മുത്തു എങ്കര കാട്ടാൻ വിജയ് സേതുപതി നായകനായിട്ട് വന്ന് അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ഒരു തമിഴ് ക്രൈം ഡ്രാമ മിസ്റ്ററി സീരീസ് ആണിത്. എം മണികണ്ഠൻ, ബി അജിത് കുമാർ എന്നിവർ ചേർന്നാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് സംവിധായകരോടൊപ്പം ലാ രാജ്കുമാറും ചേർന്നാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ തമിഴ് സീരീസിനെ കുറിച്ച്. പെരിയ വീരൻപെട്ടി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലെ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഒരാളുടെ തല മാത്രം കിട്ടുന്നതും അതാരാണെന്നുള്ളതിന്റെ അന്വേഷണവും ഒക്കെയാണ് മുത്തു എങ്കര കാട്ടാൻ പറയുന്നത്. ഇത് സ്പോയിലർ ഒന്നും അല്ല കേട്ടോ, ഓൾറെഡി ഇതിന്റെ പോസ്റ്ററിൽ തന്നെ ഉള്ളതാണ്. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഓക്കെ സീരീസ് ആയിട്ട് എനിക്ക് തോന്നിയുള്ളൂ. കുറേയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്, എന്നാൽ തീരെ ഇൻട്രസ്റ്റ് തോന്നാത്ത കുറെ സംഭവങ്ങളും ഇതിലുണ്ട്. സോ ഈ തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുറെ കാര്യങ്ങൾ നമ്മളിങ്ങനെ സഹിച്ചിട്ട് വേണം ഇതിനിടയ്ക്കിടയ്ക്കുള്ള നല്ല പോർഷൻസ് കാണാൻ വേണ്ടി. തുടക്കം തന്നെ കുറച്ച് ബോറിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കഥ അങ്ങോട്ട് മുമ്പോട്ട് നീങ്ങുന്നില്ല, അങ്ങോട്ട് ഇന്നാകാനായിട്ട് കുറച്ച് പാടാണ്. പിന്നെ ഫസ്റ്റ് എപ്പിസോഡിന്റെ അവസാനമൊക്കെ ആയപ്പോഴേക്കും ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് സംഭവമൊക്കെ ഉണ്ടായി. പിന്നെ ആ ഒരു മിസ്റ്ററി, അതിന്റെ പിന്നിലെ അന്വേഷണം ഒക്കെ ആയിട്ട് ഒന്ന് ചൂട് പിടിച്ചു പോകുന്നുണ്ട്. പിന്നെയും അങ്ങ് ലാഗ് ഫീൽ ചെയ്യുകയാണ്. എല്ലാ എപ്പിസോഡിനും ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. എങ്കിലും ഒരുപാട് അനാവശ്യ കാര്യങ്ങളും ഇതിലുണ്ട്. കോമഡി ഒന്നും എനിക്ക് എത്ര വർക്കായില്ല, വലിയ ചിരിയൊന്നും വന്നില്ല എന്ന് പറയാം. ഈ ഒരു സീരീസിൽ ഈ കോമഡി അല്ലെങ്കിൽ ചില ഫാമിലി ഡ്രാമയുടെ കാര്യങ്ങളൊന്നും ഒരാവശ്യവും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ് മടുപ്പിക്കുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും കൂടി നടക്കുന്ന ഒരു കഥയാണ്. സാധാരണ തമിഴ് സിനിമകളിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ മലയാളം ഇതിൽ വളരെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു വലിയ പോസിറ്റീവാണ്. ചിലപ്പോൾ വിജയ് സേതുപതിയുടെ ഒരു പ്രത്യേക കൺട്രോൾ അതിലുണ്ടാവാം, ഒറിജിനൽ മലയാളം തന്നെ നല്ല രീതിയിൽ യൂസ് ചെയ്യണമെന്നുള്ളത്. പിന്നെ ഇതിന്റെ ഈ കഥയിലാണെങ്കിലും ആ ഒരു തമിഴ് മലയാള ബന്ധം, ആ ഒരു കൾച്ചറൊക്കെ വളരെ നൈസായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് തോന്നിയ വേറൊരു കാര്യം വിജയ് സേതുപതിയുടെ സാന്നിധ്യം തന്നെയാണ്. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ളൊരു നടനാണ്. പുള്ളിയെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത് കണ്ടതെന്ന് പറയാം. ലാസ്റ്റ് പുള്ളിയുടെ വന്ന സിനിമ മറ്റേ നിത്യാമേന്റെ കൂടെ ഉള്ളത് എനിക്ക് വർക്കായിട്ടുണ്ടായിരുന്നില്ല. ഇതിലാണെങ്കിലും മുത്തു എന്ന് പറയുന്നത് വളരെയധികം നിഗൂഢതയൊക്കെ നിറഞ്ഞൊരു കഥാപാത്രമാണ്. നമ്മുടെ ദുൽഖറിന്റെ ചാർലിയുടെ ഒരു ഗ്യാങ്സ്റ്റർ വേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ പ്രോബ്ലംസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ വരുന്ന ആൾക്കാരെ വളരെ കൂളായിട്ട് പുള്ളി ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ കിടുവായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് മാസ് സീൻസ് ഇതിലുള്ളത് നൈസായിരുന്നു. റെക്കോർഡ് ഡാൻസ് ചെയ്യുന്ന പെണ്ണുങ്ങളുടെ ബോഡി ഗാർഡ്, ആട്ടുംകാട്ടം ബിസിനസ്സുകാരൻ, അനാഥാലയത്തിലെ മാനേജർ, ഹോട്ടൽ മുതലാളി, ഗ്യാങ്സ്റ്റർ, അങ്ങനെ ഏകപ്പെട്ട ജോലി ചെയ്യുന്ന ഒരു വിശാല മനസ്കനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചിലയിടങ്ങളിലൊക്കെ ക്ലീശയായിട്ട് ഇത് മാറുന്നുമുണ്ട്. ഇഷ്ടം തോന്നിയ ഇതിലെ വേറൊരു ക്യാരക്ടർ വേട്ടൈ മുത്തുകുമാർ ചെയ്ത സിദ്ധാർത്ഥൻ എന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റേതാണ്. പുള്ളി രസം ഉണ്ടായിരുന്നു. അതുപോലെ സിംഗംപുലി അവതരിപ്പിച്ച തിരുമുടി എന്ന് പറഞ്ഞ പോലീസുകാരന്റെ സംസാരം ചിലത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നു. അതുപോലെ നമ്മുടെ ഡോക്ടറിലൊക്കെ ഉള്ള മറ്റേ പുള്ളിക്കാരില്ലേ ദീപ അക്ക, അവരുടെ അതേ സ്ലാങ് ആയിരുന്നു, നൈസ് ആയിരുന്നു. മിലിൻ സോമന്റെ ശിവേട്ടൻ, സുദേവ് നായർ അവതരിപ്പിച്ച ജോണി, ഇവരുടെ രണ്ടുപേരുടെയും കാസ്റ്റിംഗ് നന്നായിട്ടുണ്ടായിരുന്നെങ്കിലും ആ രണ്ട് ക്യാരക്ടേഴ്സിന് വലിയ ഇമ്പാക്ട് ഒന്നും തരാൻ പറ്റിയില്ല. അതുപോലെ മീനായിട്ട് വന്ന റിഷ ജേക്കബ് കൊള്ളാമായിരുന്നു. വടിവേൽ മുരുകൻ അവതരിപ്പിച്ച കാളൈ പാണ്ഡ്യൻ എന്ന് പറഞ്ഞൊരു പോലീസ് ക്യാരക്ടർ ഉണ്ട്. പുള്ളിയുടെ ഭാര്യയും അമ്മയും തമ്മിലുള്ള പോർഷൻസ് ഈ ഒരു മെയിൻ കഥയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ, ഒരു ആവശ്യവുമില്ലാതെ പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും ഇത് ചെന്ന് ജോയിൻ ചെയ്യുമെന്ന് വിചാരിച്ചു, ചെയ്തുമില്ല. എന്ന് മാത്രമല്ല, ഈ അമ്മായിമ്മ മരുമകൾ പോർഷൻ മറ്റേ കുക്കറിൽ കടലയിട്ടോ, അത് പിന്നെ കുടുംബ വഴക്കായിട്ട് മാറുന്ന മലയാളത്തിലെ ഒരു ഊള സീരിയൽ ഉണ്ടല്ലോ, ഇപ്പോൾ റീൽസിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന പഴയ ഒരെണ്ണം, ആ ഒരു ലെവലായിട്ടാണ് തോന്നിയത്. ഈ ഫാമിലി കഥ ഇങ്ങനെ യാതൊരു രീതിയിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇർഷാദ് അലി, അരിസ്റ്റോ സുരേഷ് ഉൾപ്പെടെ കുറെ മലയാളി താരങ്ങളും ഈ സീരീസിലുണ്ട്. എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ നല്ലതാണ്. ടെക്നിക്കലി ഈ സീരീസ് ഓക്കെ ആയിരുന്നു. മധു നീലകണ്ഠൻ, ഷൺമുഖ സുന്ദരം എന്നിവർ ചേർന്നാണ് ക്യാമറ നിർവഹിച്ചിട്ടുള്ളത്. രാജേഷ് മുരുകേഷിന്റെ മ്യൂസിക് കുഴപ്പമില്ലായിരുന്നു. ബി അജിത് കുമാറാണ് ഇതിന്റെ എഡിറ്റിംഗ്. ഒരുപാട് അനാവശ്യ കാര്യങ്ങൾ കഥയിൽ കുത്തി നിറച്ചിട്ടുണ്ട്. അതൊക്കെ ഒഴിവാക്കുകയായിരുന്നെങ്കിൽ തന്നെ ഒരു 5ഓ 6ഓ എപ്പിസോഡിൽ തീർക്കാവുന്നതേ ഉള്ളായിരുന്നു. ഇനി ഇതിന്റെ മറ്റ് നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ എൻഡിങ് അത്ര സുഖകരമായിട്ട് എനിക്ക് തോന്നിയില്ല. എന്തോ വലിയൊരു സംഭവം അവസാനം വരും, അല്ലെങ്കിൽ വലിയൊരു മിസ്റ്ററി അവസാനം റിവീൽ ആകുമെന്നൊക്കെ ഒരു ഫീൽ ഉണ്ടാക്കിയെങ്കിലും വളരെ സാധാരണമായിട്ടാണ് കഥ കൊണ്ട് നിർത്തിയത്. സോ ഒരു തൃപ്തി തന്നില്ല എന്ന് പറയാം. ഈ ആടിനെ ചോദിച്ചു വരുന്ന ഒരു പയ്യന്റെ പോർഷൻസ് ഒക്കെ ഉൾപ്പെടെ ചിലയിടങ്ങളിൽ ഒരു ഇമോഷണൽ ടച്ച് ഒക്കെ ഫീൽ ചെയ്തെങ്കിലും വേറെ എങ്ങും, അല്ലെങ്കിൽ കഥയിൽ ഉടനീളം ഒന്നും ഈ ഒരു ഇമോഷണൽ ടച്ച് ഒന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ വളരെ ലെങ്തിയാണ് സീരീസ്. ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇതിൽ ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നി. സോ മൊത്തത്തിൽ ഒരു ജസ്റ്റ് ഓക്കെ എന്ന് തോന്നിയ ഒരു സീരീസ് ആണ്. എനിക്ക് അത്ര സംഭവമായിട്ടൊന്നും തോന്നിയുമില്ല, ഒരു പൂർണ്ണ തൃപ്തിയും കിട്ടിയില്ല. ചില പോർഷൻസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ വിജയ് സേതുപതി ഉള്ളതുകൊണ്ട് ജസ്റ്റ് കാണാം എന്ന് മാത്രം. ഈ സീരീസ് നിങ്ങൾക്ക് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് കാണാൻ പറ്റുക. 30 മുതൽ 40 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 10 എപ്പിസോഡുകളാണ് സീരീസിനുള്ളത്. തമിഴിനൊപ്പം മലയാളം ഡബ്ബിംഗ് അവൈലബിൾ ആണ്. തമിഴ് തന്നെ കാണുന്നതായിരിക്കും നല്ലത്. മലയാളമായിട്ട് തന്നെ ഇതിലുണ്ട്. പിന്നെ ഇതിന്റെ ഒരു തീം, ഇതിന്റെ ചില സീൻസ് ഒക്കെ വെച്ചിട്ട് 18+ അല്ല, ഒരു 16+ ആണെന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.